ചാച്ചി വന്നിക്ക് ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ അകത്തേറി വാതിലടച്ചോ? അമ്മേനെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്തന്നെ വന്നേ. ഏട്ടാ, എത്ര കാലമായിട്ടു ഏട്ടനോടുള്ള ദേഷ്യം മാറിയിക്കില്ലല്ലേ? ദേഷ്യോ? എനിക്ക് നിന്നോട് അറപ്പാ. ഒരമ്മേന്റെ വയറ്റിൽ ജനിച്ചല്ലടാ നമ്മള്. എന്നിട്ട് സ്വന്തം അമ്മേനെ പോലെ കാണേണ്ട ഏട്ടന്റെ പറയണ കേറി പിടിച്ച് എന്ത് ധൈര്യത്തിലാണ് അങ്ങോട്ട് കയറി വന്നേ? ഇറങ്ങിപ്പോ. കാല് പിടിച്ച് ഞാൻ പറഞ്ഞല്ലേ ഏട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ? സത്യമ്മേ, എപ്പോഴെങ്കിലും ഒന്ന് ഏട്ടനോട് പറ ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യമ്മേ, ഞാൻ ആശിച്ച് വെച്ചൊരു വീടിന്റെ കാല് വെച്ചതാണ്. അച്ഛൻ്റെ അമ്മേന്റെ സ്ഥാനത്തൊന്ന് ഏട്ടൻ ഏട്ടത്തിന് അവിടെ ഉണ്ടാവണം. എനിക്കിത് പറയാൻ വേറെ ആരും ഇല്ലാന്ന് ഏട്ടൻ അറിയാലോ. ഞാൻ വരും. അത് നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ബാക്കി ഏട്ടൻ പറയണ്ട. ഞാൻ ചത്തിട്ടയ്യൂല്ലേ? സന്തോഷമായി ഏട്ടാ. ഏട്ടാ ഏട്ടാ ഉറങ്ങിയോ? നട്ടപ്പാതിരി എനക്ക് ഉറക്കൊന്നുമില്ലടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവനോട് ക്ഷമിച്ചൂടെ? സജിയോട്. അവനത് ചെയ്തിട്ടില്ല. എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടുതലുണ്ട്. എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോവോന്ന് കരുതി ഞാൻ കള്ളം പറഞ്ഞതാ. എനിക്ക് ഇപ്പം കാണണ്ട സജീന. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് അവൻ പോയേ. ഇപ്പം കണ്ട് മാപ്പ് പറയണം. നാളെ പോവാ. ഞാൻ എല്ലാരോടും എല്ലാം ഏറ്റു പറയാം. സുഹിത്തേ, സുഹിത്തേ, മാഷോ? സുഹിത്തില്ലേ ഇവിടെ? ആ, ഏട്ടനകത്തുണ്ട്. ഒന്ന് വിളിക്കാണ്. സുജിത്തേട്ടാ. സുഹിത്തോ, കാരണം എന്താ പക്ഷേ? സുഹിത്തേ, അത് ഇന്നലെ രാത്രി മടക്കര ജംഗ്ഷനിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിലുമ്പളെ സജിത്ത് പോയി. പോവേ? എവിടെ പോവേ? ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോവാ. ഓനവിടെ കാത്തിരിക്കുന്നുണ്ട്. എടി, എടുത്തു വെക്കടി നമുക്ക് പോകാനുള്ള സാധനങ്ങൾ. പോവേ, ഓൻ്റെ പൊരേ കൂടില്ല ഒന്ന്. എന്താ പറ്റിയേ? എന്നോട് പറ. സജിയെ, ഓൻ്റെ പൊരേ കൂടില്ല ഒന്ന്. ഒരു സാധനം വെച്ച കാണൂല. ഈശ്വര, മാഷേ, എന്താ പ്രശ്നം? ഏട്ടനാടാ? ഇവിടെ വന്ന് പോരല്ലേ? ഓരോ പൊരേ അറിയില്ലടാ എന്താണ് നമ്മൾ ചെയ്യുക? കൂടുതൽ